MG യൂണിവേഴ്സിറ്റി കോട്ടയം സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ സയൻസിലെ റിസർച്ച് സ്കോളറാണ്. ഞാൻ അവിടെ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ PhDയുടെ വർക്കിന്റെ ഭാഗമായിട്ട് എനിക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ നിന്ന് ഒരു റിസർച്ച് ഫണ്ട് സാങ്ഷൻ ആവുകയും ബെസ്റ്റ് റിസർച്ച് ഇന്നോവേറ്റീവ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡൊക്കെ കിട്ടി. അപ്പം അതിനോടനുബന്ധിച്ച് ഞാനൊരു ഇന്ത്യൻ പേറ്റന്റിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അപേക്ഷ സമർപ്പിക്കുമ്പോൾ എനിക്കറിയില്ല, ആസ് പെർ ദി ഇന്ത്യൻ പേറ്റന്റ് റൂൾ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആർ നോട്ട് പേറ്റന്റബിൾ എന്ന്. പേറ്റന്റ് എന്താണെന്നോ സോഫ്റ്റ്വെയർ ഫീൽഡ് പേറ്റന്റ് ഒരിക്കലും കിട്ടില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ് ആയിട്ട് ഞാൻ പേറ്റന്റ് ഫയൽ ചെയ്തു. ഓൾമോസ്റ്റ് 2 lakhs അടുത്ത റുപ്പീസ് യൂണിവേഴ്സിറ്റിയും കേരള സ്റ്റാർട്ടപ്പ് മിഷനും ഒക്കെ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് ഈ പേറ്റന്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെല്ലാം ആൻസറബിൾ ആണ്. ഈ ഒരു പ്രോസസ് സ്റ്റാർട്ട് ചെയ്ത് ഇതിന്റെ പല ഹിയറിംഗും ഡോക്യുമെന്റേഷനും ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇന്ത്യയിൽ ആകെപ്പാടെ 4 ടോപ്പ് മോസ്റ്റ് കമ്പനീസിന് മാത്രമേ സോഫ്റ്റ്വെയറിൽ കംപ്ലീറ്റ്ലി സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാം ബേസ്ഡ് പേറ്റന്റ്സ് കിട്ടിയിട്ടുള്ളൂ. അത് മൈക്രോസോഫ്റ്റ്, ബ്ലാക്ക്ബെറി പോലുള്ള ബിഗ് ഷോട്ട് കമ്പനീസ് മാത്രമാണ്. ഇത് നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ സംഭവം സ്റ്റാർട്ട് ചെയ്യത്തില്ല. പക്ഷേ ഇത് അറിയാതെ ഞാൻ ഇതിനകത്ത് പെട്ടുപോയതുകൊണ്ട് എനിക്ക് ഇനി ഇത് കിട്ടാണ്ട് വേറെ നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തി. അങ്ങനെ ഇതിന്റെ ഓരോ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ ഉടമ്പടി തൈലം എടുത്തു, ഉപ്പ് ഉപയോഗിച്ചു. അത് അങ്ങനെയാണ് ഞാൻ ഒരു മോർ ദാൻ 500 നമ്പർ ഓഫ് പേജസ് ഇതിനു വേണ്ടി ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ പേജ് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോഴും ഞാൻ മാതാവിന്റെ മധ്യസ്ഥയിലൂടെ മാത്രമാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എനിക്കറിയാം, എനിക്ക് മനസ്സിലായി നോർമൽ രീതിയിൽ ഇത് നടക്കുന്ന സംഭവമല്ല. നോട്ട് ബൈ മെറിറ്റ് ഒൺലി ബൈ ഗ്രേസ് എന്നുള്ള ഒറ്റ ഫോർമിൽ മാത്രമേ ഇതിനകത്ത് വർക്ക് ആവുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. അപ്പോൾ ഓരോ ഹിയറിംഗ് കഴിയുമ്പോഴും പേറ്റന്റ് ഓഫീസിൽ നിന്ന് കൺട്രോളർ എന്റെ അടുത്ത് പറയുന്നുണ്ട്, ഹൗ ദിസ് ഇസ് പോസിബിൾ മിന്റു എന്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്നുണ്ട്. ഒരു സ്കോപ്പ് പോലും ഇല്ലാണ്ട് പുള്ളി ലാസ്റ്റ് ഹിയറിംഗ് സ്റ്റോപ്പ് ചെയ്തു. അതൊരു ജൂൺ 16 തീയതി ആയിരുന്നു. ജൂൺ 17 രാവിലെ ഞാൻ കൃപാസനത്തിൽ വന്നു. ഞാൻ വന്ന് മാതാവിന്റെ അടുത്ത് പറഞ്ഞു, എന്റെ ഫോർമുലയൊക്കെ ഫെയിൽ ആയിട്ടോ, ഇനി നിന്റെ ഫോർമുല മാത്രമേ വർക്ക്ഔട്ട് ആവുള്ളൂ. അപ്പം ഇനി ഞാൻ വരുന്നത് ഇനി ഇവിടെ സാക്ഷ്യം പറയാനായിരിക്കണം എന്ന് ഞാൻ മാതാവിന്റെ അടുത്ത് പറഞ്ഞു. പേറ്റന്റ് ഓഫീസിൽ നിന്നുള്ള കൺട്രോളിനെ സമർപ്പിച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ധൈര്യം ആവശ്യമുള്ള സമയത്തും ടെൻഷൻ വരുന്ന സമയത്തൊക്കെ ബൈബിൾ എടുത്ത് ഞാൻ വായിക്കും. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ എനിക്ക് അങ്ങനെ മെസ്സേജുകളൊക്കെ വരാൻ തുടങ്ങി. മാത്രമല്ല ഈ ഹിയറിംഗിന്റെ ഡ്രാഫ്റ്റ് ഒരു 15 ഡേയ്സിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം. ഒരു ലാസ്റ്റ് മിനിറ്റ് വരെ ഞാൻ മിസ്സായി പോയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്റർ ഒക്കെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു, മാതാവ് എനിക്ക് കാണിച്ചു തന്നു. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കോട്ടയത്ത് നിന്ന് ഭരണങ്ങാനം വരെ പോകുന്നത് ഡ്രൈവ് ചെയ്താണ്. അപ്പോൾ ഞാൻ ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ത്രൂ ആയിട്ട് കരയാം. കാരണം എനിക്കറിയാം ഒന്നുമില്ല, ലൈക്ക് എന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു മാറ്ററേ അല്ല, ഇതൊരു 0 ചാൻസ് മാത്രമാണ്. മാതാവ് ഇറങ്ങി വരാണ്ട് എനിക്ക് ഒന്നും കിട്ടത്തില്ല എന്നുള്ള ഒരു റീസൺ എനിക്കറിയായിരുന്നു. ഞാൻ ഈ തിരിച്ച് കരഞ്ഞുകൊണ്ട് പോകുന്ന വഴിക്ക് എനിക്ക് കുറേ തവണ, ഓൾമോസ്റ്റ് ഒരു 10 times എനിക്ക് മാതാവിന്റെ മുല്ലപ്പൂവിന്റെ സുഗന്ധാഭിഷേകം കിട്ടി. അപ്പോൾ എനിക്ക് ഉറപ്പായി, ഓക്കെ മാതാവിന്റെ ഫോർമുല വർക്ക്ഔട്ട് ആവാൻ തുടങ്ങിയിട്ടുണ്ട്, ഇനി എനിക്ക് എന്തായാലും പേറ്റന്റ് കിട്ടും എന്നുള്ള ധൈര്യത്തിൽ ഞാനിരുന്നു. ജൂലൈ 15 എനിക്ക് ഇന്ത്യൻ പേറ്റന്റ് ഓഫീസിൽ നിന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പേറ്റന്റ് സാങ്ഷൻ ആയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. അതായത് ഇന്ത്യയിൽ 5ാമത്തെ കംപ്ലീറ്റ്ലി സോഫ്റ്റ്വെയർ ഡിപെൻഡന്റ് പേറ്റന്റ് ആണ്. ഇതുവരെ കിട്ടിയിട്ടുള്ളത് മൈക്രോസോഫ്റ്റിനും ബ്ലാക്ക്ബെറി, എറിസൺ എന്നൊക്കെ പറഞ്ഞിട്ട് ടോപ്പ് മോസ്റ്റ് കമ്പനിക്ക് മാത്രം. MG യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിലെ സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ കിട്ടുന്ന ഏറ്റവും ആദ്യത്തെ പേറ്റന്റ് ആണ്. അങ്ങനെ ഒരു ചരിത്രമായി മാറാൻ മാതാവിന്റെ മധ്യസ്ഥതയിൽ എനിക്ക് ഈശോ വലിയ അനുഗ്രഹം നൽകി, എന്നെ അനുഗ്രഹിച്ചു. ഈ PhDയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കുറേ മിനിമം ക്രൈറ്റീരിയാസ് വേണം. ജേണൽ പബ്ലിക്കേഷൻസ്, പേപ്പർ പ്രസന്റേഷൻസ്, ഇതെല്ലാം ഈ ഒരു ഇവിടെ എന്ന് ഉടമ്പടി ഞാൻ എടുത്തോ അന്ന് മുതൽ എന്റെ പേപ്പർ പബ്ലിഷ് ആവാൻ തുടങ്ങി. അന്ന് മുതൽ എനിക്ക് കോൺഫറൻസ് പ്രസന്റേഷൻസ് കിട്ടാൻ തുടങ്ങി. ദെൻ എനിക്ക് ഒരു ബെസ്റ്റ് പേപ്പർ അവാർഡ് കിട്ടി. എന്റെ സാക്ഷ്യം കേൾക്കുന്ന എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ ഈശോ ജീവിക്കുന്ന ഈശോയാ. നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈശോ കേൾക്കുന്നുണ്ട്, അവൻ അതിന് ഉത്തരം തരും.